അധ്യായം 1. നിഴലുകൾ സംസാരിക്കുമ്പോൾ. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആലപ്പുഴയുടെ കായൽ തീരത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സൈനികരെ പോലെ അണിനിരന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി കായലിനോട് ചേർന്ന് നിൽക്കുന്ന സെന്റ് തെരേസാസ് ഓർഫനേജ് ആ മഴയിൽ ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെ തോപ്പിച്ചു. അവിടുത്തെ ചെറിയ ലൈബ്രറി മുറിയിൽ മങ്ങിയ വെളിച്ചത്തിൽ സാറ ഐസക് തന്റെ പഴയ ഡയറിയിൽ എന്തോ കുറിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരുതരം അസ്വസ്ഥത പ്രകടമായിരുന്നു. വെളുത്ത ചുരിദാറിന് മുകളിൽ അവൾ അണിഞ്ഞിരുന്ന ആ ചെറിയ സ്വർണ്ണക്കുരിശ് ഇടയ്ക്കിടെ അവൾ വിരലുകൾ കൊണ്ട് തലോടിക്കൊണ്ടിരുന്നു. അത് കേവലം ഒരു ആഭരണമായിരുന്നില്ല അവൾക്ക്. 22 വർഷം മുൻപ് ഈ അനാഥാലയത്തിന്റെ പടിവാതിൽക്കൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ഏക അടയാളമായിരുന്നു അത്. സാറ കൊച്ചെ, ഉറങ്ങിയില്ലേ നീ? വാതിലിൽ തട്ടി വിളിച്ചുകൊണ്ട് സിസ്റ്റർ മരിയ അകത്തേക്ക് വന്നു. ഈ അനാഥാലയത്തിലെ കുട്ടികൾക്കെല്ലാം അമ്മയെപ്പോലെയായിരുന്നു സിസ്റ്റർ. ഇല്ല സിസ്റ്റർ, എന്തോ ഒരു പേടി പോലെ. ഈ മഴയ്ക്ക് ഒരു പ്രത്യേക ശബ്ദമില്ലേ? ആരോ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ സാറ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. സിസ്റ്റർ മരിയ ചിരിച്ചു. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. നീ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടാ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ആ കോവിലകത്ത് നിന്നുള്ളവർ വരും. ആ സ്ഥലം വിട്ടുകൊടുക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയണ്ടേ? സിസ്റ്റർ പോയി കഴിഞ്ഞിട്ടും സാറയുടെ ഉള്ളിലെ ആധി മാറിയില്ല. വർമ്മ കോവിലകം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെടാറുണ്ട്. ആ നാട്ടിലെ പ്രതാപശാലികളായ ആ തറവാട്ടുകാർക്ക് ഈ അനാഥാലയം നിൽക്കുന്ന സ്ഥലം വേണം. അവിടെ അവർക്കൊരു റിസോർട്ട് പണിയണം. പാവപ്പെട്ട 30ഓളം കുഞ്ഞുങ്ങളുടെ ഏക തണലായിരുന്നു ആ കെട്ടിടം. അത് തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സാറ ഉള്ളിൽ ഉറപ്പിച്ചു. പെട്ടെന്നാണ് ജനൽ ചില്ലിൽ ഒരു കല്ല് വന്ന് തട്ടിയത്. സാറ ഞെട്ടിപ്പോയി. അവൾ വേഗം ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. മഴയ്ക്കിടയിലൂടെ ഇരുട്ടിൽ ഒരാൾ ഓടിപ്പോകുന്നത് അവൾ കണ്ടു. തറയിൽ ഒരു ചെറിയ പൊതി കിടക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ പൊതിയെടുത്തു. അതൊരു പഴയ കത്തായിരുന്നു. അതിൽ ചുവന്ന മഷിയാൽ എഴുതിയിരിക്കുന്നു: സാറ, നീ നിന്റെ ശത്രുവിനെ പുറത്ത് തിരയേണ്ടതില്ല. നിന്റെ ചോരയിൽ തന്നെ ആ ശത്രുവുണ്ട്. വർമ്മ കോവിലകത്തെ അധികാരത്തിന് നിന്റെ മേൽ ഒരു അവകാശമുണ്ട്. അത് തിരിച്ചറിയുന്ന ദിവസം നിന്റെ മരണം തുടങ്ങും. സാറയുടെ കൈകളിൽ നിന്നും ആ കത്ത് താഴെ വീണു. താനൊരു അനാഥയാണെന്ന് വിശ്വസിച്ചിരുന്ന അവൾക്ക് മുന്നിൽ ഇതാ പുതിയൊരു കടങ്കഥ. ആരാണ് താൻ? വർമ്മ കോവിലകവുമായി തനിക്കെന്ത് ബന്ധം? അതേസമയം ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം വർമ്മ കോവിലകം അതിന്റെ പ്രൗഢിയിൽ നിശബ്ദമായി നിൽക്കുന്നു. 6 അടി പൊക്കമുള്ള ആ തടിവാതിലിന് പിന്നിൽ ഗൗരവകരമായ ചർച്ചകൾ നടക്കുകയായി. അരവിന്ദ്, നിനക്ക് ഞാൻ തന്ന ചുമതല നീ മറക്കരുത്. ആ അനാഥാലയം നാളെ തന്നെ ഒഴിപ്പിക്കണം. നിയമപരമായി ആ സ്ഥലം നമ്മുടെ തറവാടിന്റേതാണ്. കോവിലകത്തെ കാരണവർ രാഘവൻ വർമ്മ ഗർജിച്ചു. അരവിന്ദ് വർമ്മ തന്റെ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുത്ത് അമ്മാവനെ നോക്കി. തറവാട്ടിലെ ഇളമുറക്കാരനാണെങ്കിലും അരവിന്ദ് ഒരു മോഡേൺ ചിന്താഗതിക്കാരനായിരുന്നു. ലണ്ടനിൽ നിന്നും MBA കഴിഞ്ഞ് തിരിച്ചെത്തിയ അവന് ഈ തറവാട്ടിലെ ചില അനാചാരങ്ങളോടും നിർബന്ധങ്ങളോടും ഒട്ടും താല്പര്യമില്ലായിരുന്നു. അമ്മാവ, 30 കുഞ്ഞുങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ടിട്ടാണോ നമ്മൾ ലാഭമുണ്ടാക്കേണ്ടത്? ആ സ്ഥലം അവർക്ക് ദാനമായി കൊടുത്തുകൂടെ? അരവിന്ദ് ശാന്തനായി ചോദിച്ചു. ദാനമോ? വർമ്മ കുടുംബത്തിന്റെ സ്വത്ത് ആർക്കും വിട്ടുകൊടുക്കില്ല, പ്രത്യേകിച്ച് ആ പള്ളിക്കാർക്ക്. നീ നാളെ അവിടെ പോയി കാര്യങ്ങൾ തീർപ്പാക്കണം. ഇല്ലെങ്കിൽ ഞാൻ നേരിട്ടിടപെടും. രാഘവൻ വർമ്മയുടെ ശബ്ദത്തിൽ ഒരു താക്കീതുണ്ടായിരുന്നു. അരവിന്ദ് ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന തന്റെ അച്ഛന്റെ വലിയ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. 5 വർഷം മുൻപ് അച്ഛൻ മരിക്കുമ്പോൾ ഒടുവിൽ തന്നോട് പറഞ്ഞ ചില വരികൾ അവന്റെ ഉള്ളിൽ മുഴങ്ങി. സ്റ്റാർ അരവിന്ദ്, ഈ കോവിലകത്തിന്റെ ഭൂതകാലം അത്ര ശുദ്ധമല്ല. നീ കാണുന്നതിനപ്പുറം ഇവിടെ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. അന്ന് രാത്രി അരവിന്ദിന് ഉറക്കം വന്നില്ല. തന്റെ കുടുംബം എന്തിനാണ് ആ അനാഥാലയത്തിന് പിന്നാലെ ഇത്ര വാശിയോടെ നടക്കുന്നത്? കേവലം ഒരു റിസോർട്ട് മാത്രമാണോ ലക്ഷ്യം? അതോ ആ അനാഥാലയത്തിന്റെ മണ്ണിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? അടുത്ത ദിവസം രാവിലെ 10 മണിയോടെ അരവിന്ദ് തന്റെ കറുത്ത SUV-യിൽ അനാഥാലയത്തിന്റെ മുറ്റത്തെത്തി. മഴ മാറി നിന്നെങ്കിലും ആകാശം ഇപ്പോഴും കാർമേഘാവൃതമായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അരവിന്ദിനെ സ്വീകരിച്ചത് ഒരു കൂട്ടം കരയുന്ന കുട്ടികളായിരുന്നു. അവരുടെ മുന്നിൽ ഒരു സംരക്ഷകയെപ്പോലെ സാറ നിൽക്കുന്നുണ്ടായിരുന്നു. ലളിതമായ വസ്ത്രധാരണമാണെങ്കിലും അവളുടെ മുഖത്തെ ആത്മവിശ്വാസം അരവിന്ദിനെ അത്ഭുതപ്പെടുത്തി. ഇതാണ് ഈ അനാഥാലയത്തിന്റെ മാനേജർ സാറ ഐസക്, കൂടെയുണ്ടായിരുന്ന ക്ലർക്ക് പരിചയപ്പെടുത്തി. അരവിന്ദ് സാറയെ നോക്കി. ആ നിമിഷം ആ തണുത്ത കാറ്റിൽ അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. അരവിന്ദിന്റെ ഉള്ളിൽ എവിടെയോ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ മുഖം അവന് എവിടെയോ കണ്ടുപരിചയമുള്ളതുപോലെ, പ്രത്യേകിച്ചും അവളുടെ കഴുത്തിലെ ആ കുരിശുമാല. മിസ്റ്റർ വർമ്മ, നിങ്ങൾ വന്നത് ഈ സ്ഥലം പിടിച്ചെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിയമത്തിന് മുന്നിൽ ഞങ്ങൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്.
സാറയുടെ ശബ്ദം ഉറപ്പുള്ളതായിരുന്നു. അരവിന്ദ് പുഞ്ചിരിച്ചു. സാറ, എനിക്ക് ആരോടും യുദ്ധം ചെയ്യാനല്ല താല്പര്യമില്ല. പക്ഷേ എന്റെ കുടുംബത്തിന്റെ തീരുമാനം. അവൻ വാചകം പൂർത്തിയാക്കുന്നതിനു മുൻപ് അനാഥാലയത്തിന്റെ അകത്തുനിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. ആരോ അവിടെയുള്ള സാധനങ്ങൾ തല്ലിത്തകർക്കുന്നു. അരവിന്ദും സാറയും അകത്തേക്ക് ഓട്ടി. അവിടെ മാസ്ക് ധരിച്ച 3 പേർ അനാഥാലയത്തിന്റെ ലൈബ്രറി തല്ലിത്തകർക്കുകയായിരുന്നു. അവർ പുസ്തകങ്ങളെല്ലാം വലിച്ച് പുറത്തിടുന്നു. ആരാണ് നിങ്ങൾ? നിർത്തൂ! സാറ അലറി. അക്രമികളിൽ ഒരാൾ സാറയുടെ നേരെ തിരിഞ്ഞു. അവൻ ഒരു കത്തി പുറത്തെടുത്തു. അരവിന്ദ് ഒട്ടും വൈകിയില്ല. അവൻ മുന്നോട്ടാഞ്ഞ് സാറയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. കത്തി അരവിന്ദിന്റെ കൈത്തണ്ടയിൽ ഒരു മുറിവുണ്ടാക്കി കടന്നുപോയി. പെട്ടെന്ന് പോലീസ് ജീപ്പിന്റെ സൈറൺ മുഴങ്ങി. അക്രമികൾ പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് മുറിവേറ്റു. സാറ പരിഭ്രമത്തോടെ അരവിന്ദിന്റെ കൈ പിടിച്ചു. അവന്റെ മുറിവിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല. പക്ഷെ അവർ എന്തിനാണ് വന്നത്? ഈ സ്ഥലം ഒഴപ്പിക്കാനാണെങ്കിൽ അവർ ഓഫീസ് മുറിയല്ലേ തകർക്കേണ്ടിയിരുന്നത്? അവർ എന്തിനാണ് ലൈബ്രറിയിൽ തിരഞ്ഞത്? അരവിന്ദിന്റെ ചോദ്യം ന്യായമായിരുന്നു. സാറയുടെ മനസ്സിൽ തലേദിവസം ലഭിച്ച ആ കത്ത് മിന്നിമറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ നിലത്ത് വീണുകിടക്കുന്ന ഒരു പഴയ ഡയറി എടുത്തു. അത് ആ അക്രമികൾ തെരഞ്ഞ ഒന്നായിരുന്നു. അരവിന്ദ് ആ ഡയറിയിലേക്ക് നോക്കി. അതിന്റെ പുറംചട്ടയിൽ ഒരു പഴയ മുദ്രയുണ്ടായിരുന്നു. തന്റെ തറവാട്ടിലെ പൂജാമുറിയിൽ അവൻ കണ്ടിട്ടുള്ള അതേ മുദ്ര. അരവിന്ദിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സാറ ഐസക് എന്ന ഈ പെൺകുട്ടിയും തന്റെ കുടുംബവും തമ്മിൽ ഏതോ ഒരു ചരടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധം പ്രണയമാണോ അതോ ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണോ എന്നവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സാറ, നമുക്ക് സംസാരിക്കണം. ഇത് വെറുമൊരു സ്ഥലത്തിന്റെ പ്രശ്നമല്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്, അരവിന്ദ് ഗൗരവത്തോടെ പറഞ്ഞു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുകയായിരുന്നു. തറവാട്ടിലെ ആചാരങ്ങളും അനാഥാലയത്തിലെ കണ്ണീരും തമ്മിലുള്ള പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. അരവിന്ദും സാറയും കണ്ടെത്തിയ ആ ഫോട്ടോയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന രഹസ്യമെന്ത്? വർമ്മ കോവിലകത്തിന്റെ ശത്രുതയെ മറികടന്ന് അവരുടെ പ്രണയം വിജയിക്കുമോ? ഈ നിഗൂഢതയുടെ ചുരുളഴിയുന്ന അടുത്ത അധ്യായത്തിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാണാം അടുത്ത ഭാഗത്തിൽ.